ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല ബറാത്തായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ബറാത്തായതുകൊണ്ട് തന്നെ അതിൻ്റേതായ തയ്യാറെടുപ്പുകളൊക്കെ നമ്മൾ നടത്തേണ്ടേ. അപ്പോൾ അന്ന് നേരത്തെ തന്നെ എണീറ്റു, മക്കൾ മദ്രസയിൽ പോയി, പിന്നെ സ്കൂളിലൊക്കെ പോയിട്ട് അപ്പോൾ ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടോ. ഇന്ന് സാമ്പാറും മീൻ പൊരിച്ചതും പിന്നെ ബീൻസ് ഉപ്പേരിയും ആയിരുന്നു കേട്ടോ. അങ്ങനെ അതേ മധുരക്കടി എന്തെങ്കിലും ഉണ്ടാക്കണ്ടെന്ന് പള്ളിയിലേക്ക് എന്തെങ്കിലും കുറേശ്ശെ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി പച്ചരി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 11:03 ആയിട്ടുണ്ട്. അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പഴം പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൽത്തപ്പം ഞാൻ എന്നും മധുരമുള്ളതാണ് ഉണ്ടാക്കില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വെള്ള കൽത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, മധുരം തീരെ ചേർക്കാതെ. അങ്ങനെ ഒന്നും പിന്നെ മധുരമുള്ളത് പഴംപൊരി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വെള്ളക്കലത്തപ്പം ഉണ്ടാക്കാൻ ആദ്യം തന്നെ മാവ് കൂട്ടിയൊക്കെ അപ്പോൾ ഞാൻ അതിലേക്കൊരു തേങ്ങ പൊട്ടിച്ചെടുത്തു കേട്ടോ. ഒരു മുറി തേങ്ങ കേട്ടോ ഇതിലേക്ക് എടുക്കുന്നത്, അതൊന്ന് ചിരകിയെടുത്തോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പേക്ക് പാലാണ് കേട്ടോ. ആ പാല് ഞാൻ ആദ്യം കവർ കൊടുക്കാനൊന്ന് കഴുകിയെടുത്തു. എന്നിട്ട് മിക്സിയിലോട്ട് കുറച്ച് പാലൊഴിച്ചു കേട്ടോ. അതിന് ശേഷം നമ്മൾ ചിരകിയ തേങ്ങയില്ലേ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സിയിലിട്ടിട്ട് ആദ്യം ഒന്ന് അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം ഒന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കഴുകി വെച്ച പച്ചരി അതിലോട്ട് തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ ഈ പച്ചരിയിൽ ഞാൻ കുറച്ച് വറ്റു ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വറ്റി കഴുകി കണ്ട് ഇതിൻ്റെ കൂടെ തന്നെ വെച്ചതാണ്. പിന്നെ ഒരു കയ്യിൽ മൈദ ഇട്ടു. അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നല്ലോണം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടാ. ബാക്കി അതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള അരി ഇതുപോലെ അരച്ചെടുത്തു. പിന്നെ ഇതിലോട്ട് 4 ഏലക്കായ പൊടിച്ചത് ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. പിന്നെ ഒരു 4 മണിയായപ്പോൾ വീണ്ടും അടുക്കളയിലോട്ട് ഇറങ്ങിയിട്ടാവും, മക്കൾ വരുമ്പോഴേക്കാവും വേണ്ടേ. അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് മാവ് നല്ലോണം റെഡി ആയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു കേട്ടോ. ഇനി പഴത്തിലോട്ടുള്ള മാവ് കൂട്ടാണ്. കുറച്ച് കൂടുതൽ മൈദപ്പൊടിയും പിന്നെ ഒരു ഇത്തിരി അരിപ്പൊടിയും പിന്നെ ഒരു ഇത്തിരി ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഇത്തിരി ഉപ്പും പിന്നെ ഒരു സ്പൂണ് ചെറിയ ജീരകവും ഒരു സ്പൂണ് റവയും കൂടി ഒന്നിട്ട് കൊടുത്തു. കൂടെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തൊന്നെടുത്തു. ആദ്യം തന്നെ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ കാരണം മക്കൾ വരുമ്പോഴേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കൽത്തപ്പം ഉണ്ടാക്കുമ്പോൾ സമയം പിടിക്കും. അവർ 4:30 ആകുമ്പോഴേക്ക് വീട്ടിലെത്തും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് അവർക്കത് കൊടുക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ ആദ്യം തന്നെ പഴംപൊരി ഉണ്ടാക്കിയത്. അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കൽത്തപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കട്ട് ചെയ്ത് വേപ്പിൻ്റെ ഇലയും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതൊന്ന് നമ്മൾ മാവിലോട്ട് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മളെ കുക്കർ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ വെളിച്ചെണ്ണ തന്നെ ഞാൻ ആ കുക്കറിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ആ വെളിച്ചെണ്ണ കുക്കറിൻ്റെ എല്ലാ സൈഡിലോട്ടൊന്ന് ആക്കിയതിന് ശേഷം കുക്കറിൻ്റെ വിസിലൊന്ന് ഊരി 2 കൈയിലാണ്ട് ഇതിനെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാരുമ്പോൾ നല്ലോണം കുക്കർ ചൂട് വേണം. പിന്നെ മൂടി വെച്ചതിന് ശേഷം തീ സ്ലോവിലിട്ട് വെക്കണം കേട്ടോ ഒരു 20 മിനിറ്റ്. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒന്നുണ്ടാക്കിയപ്പോഴേക്കും നമ്മൾ ഫിലിമോള് സ്കൂളിട്ട് വന്നു കേട്ടോ. അപ്പോൾ 2 പേരും കൂടിയിട്ട് സ്കൂൾക്ക് പോയത്. തിരിച്ച് വന്നപ്പോൾ അവൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുക എവിടെയെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു കുറച്ച് മുകളിലാട്ടോ ഇവിടെ മഹല്ല് പള്ളി ഉള്ളത്. അപ്പോൾ ഇന്ന് ബറാത്തല്ല, അപ്പോൾ അവന് വല്യമ്മാൻ്റെയും മൂത്താപ്പാൻ്റെ ഒക്കെ ഖബർ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ സിയാർത്ത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരാമെന്ന് വെച്ചിട്ട് അവൻ അവിടെ വണ്ടി ഇറങ്ങിയിട്ട് അപ്പോൾ അവൾ നേരെ തിരിച്ച് വീട്ടിലേക്കും പോന്നു. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളെ ഷിബിലി മോനെ എത്തിയിട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday, happy birthday. അങ്ങനെ അവന് വന്നതിന് ശേഷം എല്ലാവരും കൂടി ഒന്നിച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാനത് കട്ട് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പൊടിക്കും. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുകയാണ്. പിന്നെ ഉണ്ടാക്കിയത് കുറേശ്ശായിട്ട് നമ്മൾ അടുത്തുള്ള വീടുകൾക്കും പിന്നെ മുത്തച്ഛന്മാരുടെ വീട്ടിലേക്കൊക്കെ കൊടുത്തായിക്കോട്ടെ.
അങ്ങനെ അവർ ഇങ്ങോട്ട് കൊടുത്തയച്ചാണ് കേട്ടോ കുയ്യപ്പം, അതുപോലെ തന്നെ ചക്കര. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വരാതിൻ്റെ സ്പെഷ്യലി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.